ഗൈസ് വെൽക്കം ബാക്ക്. നമസ്കാരം. അങ്ങനെ വിൻ്റർ ട്രാൻസ്ഫർ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ നല്ലൊരു മൊമെൻ്റ് നമ്മൾ യുണൈറ്റഡ് ഫാൻസിന് എല്ലാവർക്കും വന്നിരിക്കുകയാണ്. ഹിയർ വി ഗോ. അമാദ് ഡിയാലോ സ്റ്റേയ്സ് അൺടിൽ 2030. അങ്ങനെ അമാദ് ഒഫീഷ്യലി സൈൻ ചെയ്തിരിക്കുകയാണ്. 2030 വരെ അമാദ് ചുവന്ന ചെകുത്താനായിട്ട് ഇവിടെ തന്നെ കാണും, എവിടെയും പോകുന്നില്ല. പുള്ളിക്കാരൻ്റെ ഫ്യൂച്ചർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അമോറിമിൻ്റെ അണ്ടറിലാണ് നമുക്ക് നമ്മുടെ ആ അമാദിൻ്റെ കളി ശരിയായിട്ട് നമുക്ക് കിട്ടിയത്. അതുപോലെ ഇനിയും ഈ സീസണിൽ അമാദിൻ്റെ എന്താ പറയുക സേവനം നമുക്ക് പെരുത്ത് ആവശ്യമാണെന്ന് പറയില്ലേ, അതാണ് നമുക്ക് ഭയങ്കര ആവശ്യമാണ് അമാദിൻ്റെ സേവനം. ശരിക്കും ആ ടെൻഹാഗിൻ്റെ ടൈമിൽ എന്തുകൊണ്ട് അമാദ് ഫുൾ ടൈം സബ്ബായിപ്പോയി? ഇങ്ങനെ ഒരു പ്ലെയർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നോ? ഞാൻ കുറേ പോസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അമാദിനെ സബ്ബ് ഇരുത്തിയ ടെൻഹാഗിനെ അടിക്കാൻ ആളില്ലായിട്ടാണ്. എന്താ പറയുക, ഒരു ഭയങ്കര ഒരു അയാൾ ടെൻഹാഗ് ചെയ്ത ഒരു ഏറ്റവും വലിയ മിസ്റ്റേക്ക് അതാണ്. ബട്ട് എന്ത് ആയി കഴിഞ്ഞാലും അമോറിമിൻ്റെ സിസ്റ്റത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു പോരാളി അത് അമാദ് തന്നെയാണ്. ആ ഒരു റൈറ്റ് വിങ് ബാക്ക് ആയിക്കോട്ടെ, 3-4-2-1 ആ 2 പൊസിഷനിൽ റൈറ്റ് വിങ്ങിലുള്ള കളിയും ഏത് 2 പൊസിഷനിലും എനിക്ക് ആ റൈറ്റ് വിങ് ബാക്ക് കളിച്ചിട്ട് എനിക്ക് ആദ്യമൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പുള്ളിക്കാരനെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ അബ്സല്യൂട്ട്ലി എന്താ പറയുക, നോ വേർഡ്സ് ടു സേ എന്നുള്ള പോലെ ആ ഡിഫെൻസിലായിക്കോട്ടെ അറ്റാക്കിലായിക്കോട്ടെ എല്ലാ സ്ഥലത്തും എവരിവെയർ അമാദ് എന്നുള്ള പോലെ വൻ കളിയായിരുന്നു. അതുപോലെ അമോറിമിൻ അണ്ടറിൽ നല്ല ഗോളും അസിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കോൺട്രിബ്യൂട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല നല്ല സ്റ്റാറ്റ്സാണ് പുള്ളിയുടെ അണ്ടറിൽ അമാദ് ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ടും, അതായത് പുള്ളി ഇനിയിപ്പോൾ ഫ്യൂച്ചറൊക്കെ സൈൻ ചെയ്ത് ഇനി അങ്ങോട്ടും അത് തന്നെ ഉണ്ടാവട്ടെ. അതും ടോപ്പ് 6 കഴിഞ്ഞ കളിക്ക് നമ്മൾ ലിവർപൂളിൻ്റെ കൂടെ ഗോളടിച്ചതിന് ശേഷം കുറേ ഇതുണ്ടായിരുന്നു. ടോപ്പ് 6 കൂടെ കളി വരുമ്പം അമാദ് വേറെ ലെവലാണ്. അമാദ് ഗോട്ടായി മാറുകയാണെന്നൊക്കെ പറയുന്നത്. കാരണം സിറ്റീൻ്റെ കൂടെ അടിച്ചു, ലിവർപൂളിൻ്റെ കൂടെ അടിച്ചു, അങ്ങനെ. കാരണം ഒരു ശരിയായ ഒരു പ്ലേ മേക്കറാണ്. ബട്ട് പുള്ളിയുടെ ആ ഒരു ഷൂട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ആരും ഇനി അതൊരു കുറ്റായിട്ട് എടുത്ത് പറയാൻ പാടില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് കളി കാണുമ്പം പുള്ളിയുടെ ഒരു പവർ ഷൂട്ടുകൾ വരുന്നില്ല. കഴിഞ്ഞ സീസണിൽ ഒരു ഗോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു അടിപൊളി ബുള്ളറ്റ് സാധനം. ബട്ട് ഈ സീസണിൽ അങ്ങനെ ഒരു ഗോള് കാണാൻ പറ്റിയിട്ടില്ല പുള്ളിയുടെ അടുത്തുനിന്ന്. അതിലൊരു ഭയങ്കര ഒരു ഇതുണ്ട്. 2 ഗോളും കഴിഞ്ഞ സിറ്റീൻ്റെ കൂടെ അടിച്ച ഗോള് പിന്നെ അടിപൊളിയാണ്. അത് ആ ഒരു ഫസ്റ്റ് ടച്ച് എടുക്കലും ഒരു രക്ഷയില്ലാത്തതായിരുന്നു. പിന്നെ ലിവർപൂളിൻ്റെ ഒപ്പം അടിച്ച അതെല്ലാവരും കണ്ടതാണ്. പിന്നെ കഴിഞ്ഞ സീസണിലും ലിവർപൂളിൻ്റെ ഒപ്പം FA കപ്പിൽ അടിച്ച ഗോള് ആരും മറക്കൂല. അതിലാണ് അമാദ് എല്ലാ യുണൈറ്റഡ് ഫാൻസിൻ്റെയും മനസ്സിൽ ചേക്കിയത്, ആ ഒരു FA കപ്പിലുള്ള ആ ഒരു കളിയിൽ. ബട്ട് ഈ സീസണിൽ ഹീസ് വേറെ ലെവൽ തന്നെ പറയേണ്ടി വരും. നല്ല കളിയാണ്, വേറെ ലെവൽ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അത് തന്നെ തുടരാൻ പറ്റട്ടെ. ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ട് അമാദിന് അമോറിമിൻ്റെ അണ്ടറിൽ ഇനിയും ചേഞ്ച് ചെയ്യാൻ പറ്റട്ടെ. പിന്നെ ഇന്നും ഒന്നും ലേറ്റസ്റ്റ് എന്താ പറയുക, ഇപ്പോൾ റൂമറുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത അവസ്ഥയായിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ഈ റൂമർ അടിച്ചു വിടുന്ന ആൾക്കാർക്ക് മടുത്തെന്ന് തോന്നുന്നു. യുണൈറ്റഡിൻ്റെ റൂമർ അടിച്ച് മതിയായി, ഒന്നും നടക്കുന്നില്ല. സിറ്റിയുടെ ന്യൂസ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. സിറ്റി മാർക്കറ്റിലേക്ക് ഇറങ്ങി. ഏകദേശം ഒരു സെൻട്രൽ ബാക്കിൻ്റെ സൈനിങ് ഏകദേശം ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുണ്ട്. ഫാബ്രിസിയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മർമൂഷ്, നമ്മുടെ ഈജിപ്തിൻ്റെ ഒരു സ്ട്രൈക്കർ ഉണ്ട്. അവനും സിറ്റിയിൽ കളിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഇനി അതിന് എനിക്ക് തോന്നുന്ന പ്രൈസിൻ്റെ എന്തോ ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. പിന്നെ വേറെ ഏതൊരു പ്ലെയറിൻ്റെ പിന്നാലെ ഉണ്ട്. ടോട്ടൽ 3-4 സൈനിങ്സ് ഓൾമോസ്റ്റ് ഡൺ എന്നുള്ള രീതിയിലാണ് സിറ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അവസ്ഥ ഇപ്പോഴും റൂമർ മാത്രം കേട്ടിരിക്കുക. ഇതുവരെ ഒരു ഫൈനൽ കാര്യങ്ങളോ ഒന്നും ഒന്നും വന്നിട്ടില്ല. ആകെ വന്നത് കസമേറോടെ മാത്രം ഇന്ന് കണ്ടിരുന്നു. ഓൾമോസ്റ്റ് ഡണ്ണ് പോലെയാണ്. ഭയങ്കര സാലറിയാണ്. അൽ നാസർ എന്തൊരു സാലറിയാണ് കസമേറോക്ക് വെച്ചിരിക്കുന്നത്.
പോയിക്കോട്ടെ, നമുക്ക് നല്ലത് തന്നെയാണ്. നമുക്ക് കാരണം പുള്ളിയുടെ വേജസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ പോകുന്നത് തന്നെയാണ് നല്ലത്. എന്നാലേ നമുക്ക് ഏതെങ്കിലും ഒരു പ്ലെയറിനെങ്കിലും നമുക്ക് വാങ്ങണം. ആ ന്യൂനോ മെൻഡിസ് എങ്കിലും വന്നാൽ മതിയായിരുന്നു എന്നുള്ളൊരു അവസ്ഥയിലാണ്. ഒരു ലെഫ്റ്റ് ബാക്ക് നിർബന്ധമാണ്. അപ്പോൾ ന്യൂനോ മെൻഡിസ് ആരെങ്കിലും ഒരാളൊന്ന് വന്നിരുന്നെങ്കിൽ എന്നുള്ള ഒരു എന്താ പറയുക, ഒരു പ്രാർത്ഥനയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നും നടക്കുന്നില്ല. റൂമേഴ്സ് അടിച്ച് എല്ലാവർക്കും മതിയായി. ഇപ്പോൾ റൂമേഴ്സും ഇല്ല. ഇന്ന് ഒന്നും കണ്ടിട്ടില്ല. ആകെ ആ കസമേറോടെ ന്യൂസ് മാത്രമേ ഉണ്ട്, ഓൾമോസ്റ്റ് ഡൺ, ഓൾമോസ്റ്റ് ക്ലോസ് എന്നുള്ള രീതിയിൽ. സിറ്റീൻ്റെ ന്യൂസുകൾ മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ആദ്യമൊക്കെ പെപ്പ് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് നല്ല പ്ലെയേഴ്സ് ഉണ്ട്, പക്ഷേ ലാസ്റ്റ് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു, ഏകദേശം ആ ഒരു നവംബർ ഡിസംബർ അങ്ങനെ ആയപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു വിൻ്റർ മാർക്കറ്റിൽ നല്ലവണ്ണം, ജനുവരി ട്രാൻസ്ഫർ മാർക്കറ്റിൽ നല്ലപോലെ ഇറങ്ങണം. അത് കാണാനുണ്ട്, അത് ശരിക്കും കാണാനുണ്ട്. അവന്മാർ തുടങ്ങി. നമ്മൾ ആരെങ്കിലും ഒന്ന് വാങ്ങിയാൽ മതിയായിരുന്നു. ബട്ട് ഇതൊരു നല്ലൊരു ഗുഡ് ന്യൂസാണ്. അമാദിൻ്റെ ആ ഒരു സൈന് നല്ലൊരു സിഗ്നേച്ചറായിട്ട് ഇനിയും ഓൾറെഡി ഇന്ന് 9-ാം തീയതി 10 ദിവസം കഴിഞ്ഞു ഓൾറെഡി. ഇനി ആകെ അത്ര ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമല്ല ഒരു തീരുമാനം എടുത്തിട്ട് ആരെങ്കിലും എത്തിച്ച് ആ അമോറിമിന് ഒരു ചെറിയൊരു സപ്പോർട്ട് ഈ വിൻ്ററിൽ കാണിച്ചു കൊടുക്കുക. ബാക്കി നമുക്ക് സമ്മറിലേക്ക് മാറ്റി വെക്കാം. ചെറിയൊരു സപ്പോർട്ടെങ്കിലും കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് നടക്കട്ടെ. ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് പുതിയ വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും. ബൈ.